ബി എൻ അസ്കർ, വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് സിദ്ധാർത്ഥൻ്റെ അച്ഛനാണ്. സിദ്ധാർത്ഥൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ട് 1 വർഷം തികയുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ വെറ്റിനറി സർവകലാശാലയിലെ റാഗിങ്ങിനിരയായി ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ മുഖ്യമന്ത്രിയോട് അദ്ദേഹം ചോദിക്കുന്നത്, പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചത് കൊണ്ടല്ലേ ഇവരൊക്കെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നതും അവർക്ക് തോന്നിയപടി കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുന്നതും? SFI ഗുണ്ടകളെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ബോധപൂർവം നടത്തിയ ശ്രമങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അത്തരം നീക്കങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ആരും ശിക്ഷിക്കപ്പെടില്ല എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതെന്നാണ്. ഇന്നിപ്പോൾ ബിൻസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുകയും അതാണ്. അതായത് SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയിട്ടാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് ബിൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കലാലയ രാഷ്ട്രീയം നിരോധിക്കാനുള്ള നീക്കങ്ങളും ശ്രമങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ SFI അടക്കമുള്ള പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പറഞ്ഞത് റാഗിങ്ങിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, അവർക്ക് നീണ്ടു നിവർന്ന് നടക്കുന്ന നല്ല പൗരന്മാരെ അവരെ മാറ്റാൻ വിദ്യാർത്ഥി സംഘടനകൾ വേണമെന്നാണ്. അന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം കൈയടിച്ച് അവരുടെ കൂടെ നിന്നത് ഈ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും എന്ന ധാരണയിലാണ്. ഇതേ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയും അതിലെ അംഗങ്ങൾ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്യുന്ന കൊടും ക്രൂരകൃത്യമാണ് കലാലയങ്ങളിൽ നടക്കുന്നത്. എന്തുകൊണ്ട് സർക്കാരിന് ചെറുവിരൽ അനക്കാൻ പറ്റുന്നില്ല? അഡ്വക്കേറ്റ് ബി എൻ അസ്കർ. ഗോപികൃഷ്ണൻ, ഇതിൽ കാണേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കോണുകളിൽ നിന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നിരോധിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചതുകൊണ്ട് കേരളത്തിലെയോ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള അരാജകത്വം മാറിപ്പോകുമെന്ന് കരുതുന്നവർക്ക് തെറ്റായ സന്ദേശം മാത്രമാണ് നൽകാനുള്ളത്. മറിച്ച് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം അരാജകത്വവും അക്രമവാസനയും ഉയർന്നു വരുന്നു എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ, കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തെ പഠിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് അറിയാത്തതുകൊണ്ടോ പറയുന്ന ഒരു ആരോപണമായിട്ട് മാത്രമാണ് ഞാനിതിനെ കരുതുന്നത്. റാഗിംഗ് നിയമം, ആൻറ്റി റാഗിംഗ് നിയമം വന്നത് 2011 ഇന്ത്യയിലാകമാനം ഇത്തരം റാഗിംഗ് വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2011 നിയമം വളരെ സജീവമായി ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്നു എങ്കിൽ പോലും അതായത് 1998 കേരളത്തിൽ റാഗിംഗ് നിരോധന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. 2001 സുപ്രീം കോടതി റാഗിംഗ് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2009 യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC റാഗിംഗ് തടയുന്നതിനായി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജുകളിൽ ഇപ്പോൾ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡുകൾ, റാഗിംഗ് വിരുദ്ധ സമിതികൾ നിലവിലുണ്ട്. അപ്പോൾ UGCയുടെ ചട്ടമനുസരിച്ച് തന്നെ പ്രാഥമികമായ പരിശോധനയിൽ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിന് പോലീസിന് കൈമാറാം. ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും തരത്തിൽ റാഗിംഗ് ഉണ്ടാകാനുള്ള സർവ്വസാധ്യതകളെയും ഇല്ലാതാക്കാൻ പാകത്തിലുള്ള നിയമങ്ങൾ ഈ നാട്ടിലുണ്ട്. എന്നിട്ടാണ് ഇത് ഇവിടെ നടക്കുന്നതും പ്രതികൾ പുല്ലുപോലെ പുറത്തിറങ്ങി നടക്കുന്നതും. അല്ല ഗോപീഷ്ണൻ, ഇത് നിയമത്തിൻ്റെ അഭാവത കൊണ്ടല്ല ഞാനിത് പറഞ്ഞു വരുന്നത്. 2011 ഈ നിയമം സമഗ്രമായി പരിഷ്കരിച്ചിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി നിരോധിക്കപ്പെട്ട ഒരു വിഷയമെന്ന നിലയിൽ ആ ഒരു കലാപ പരിപാടിയിലേക്ക് വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് പോകുന്നു? നേരത്തെ നമുക്കറിയാം പ്രൊഫഷണൽ കോളേജുകളിലായിരുന്നു റാഗിങ്ങുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ സാധാരണ ക്യാമ്പസുകളിൽ പോലും എല്ലാ ക്യാമ്പസുകളിൽ നിന്നും ഇത്തരം റാഗിങ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന വലിയ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിലേക്കാണ് നാം വരുന്നത്. അത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി സംഘടന, കാര്യം ഞാനൊക്കെ SFI രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. SFI ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അന്ന് ഒരു തരത്തിലും ഇത്തരത്തിലുള്ളൊരു വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ഞങ്ങൾ പഠിച്ചിരുന്നതോ ഞങ്ങൾ നേതൃത്വം നൽകിയിരുന്ന ക്യാമ്പസുകളിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഞങ്ങളുടെ ക്യാമ്പസുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയും ഓരോ നിമിഷവും ഞങ്ങളുടെ ശ്വാസത്തിൽ പോലും രാഷ്ട്രീയമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആ തലമുറയിൽപ്പെട്ട ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ ഒരു വിഷയവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ഇപ്പോൾ ക്യാമ്പസുകളിൽ നിന്നും ഇത്തരത്തിൽ റാഗിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ റാഗിംഗ് ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. നേരത്തെ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ പിതാവ് വളരെ വേദനയോടുകൂടി പറഞ്ഞു, ഇത് നിയമത്തിൻ്റെതായിട്ടുള്ള ചില പരിമിതികൾ ഇക്കാര്യത്തിലുണ്ട്. ഒരുപക്ഷെ അടിയന്തരമായി തന്നെ ഈ കേസുകൾ കൈകാര്യം ചെയ്ത് തീർപ്പാക്കുന്നതിന് ജുഡീഷ്യറിയുടെ പരിമിതി ഇക്കാര്യത്തിലുണ്ട്. അത് സർക്കാരിനെയോ പോലീസിനെയോ കുറ്റം പറയുന്നൊരു വിഷയമല്ല. അത് മൊത്തം സിസ്റ്റത്തിൻ്റെ മാത്രം
പരിമിതിയായി നാം അതിനെ കാണണം. മറിച്ച് ഇതിനെ സമീപിക്കേണ്ടത് ക്യാമ്പസുകൾ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതവും. ആ രാഷ്ട്രീയവൽക്കരണത്തോടു കൂടി കൃത്യമായി വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം സ്പർദ്ധകൾ മാറും. ക്യാമ്പസുകളിൽ തല്ലുണ്ടാവുകയും ക്യാമ്പസുകൾ പരസ്പരം പോരടിക്കുകയും ചെയ്യുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ സംഭവമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും അല്ലല്ല, ഞാൻ പറഞ്ഞത് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ സർക്കാർ കോടതിയിൽ സ്വീകരിച്ച സമീപനത്തെ കുറിച്ച് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങളാണ്. സിദ്ധാർത്ഥന്റെ സംഭവം ഉണ്ടായപ്പോൾ അഡ്വക്കേറ്റ് BN അസ്കർ, താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മളെല്ലാം ചർച്ച നടത്തിയപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത് ഇനി സിദ്ധാർത്ഥനെ പോലെ ഒരു കുട്ടിക്ക് ഇതുപോലെ ഒരു ദുരനുഭവം ഉണ്ടാകരുതെന്നാണ്. സിദ്ധാർത്ഥനെ കൊടും ക്രൂരമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടാൻ പാകത്തിൽ ഇടപെടൽ നടത്തിയ ആളുകൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഈ സർക്കാരിനോട് വിരൽ ചൂണ്ടി ഒരു ചോദ്യം ചോദിച്ചാൽ പറയാൻ എന്തുണ്ട് എന്നതാണ് ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം. ഇവരുടെ ജാമ്യം നൽകാനുള്ള തീരുമാനമുണ്ടായപ്പോൾ അതിനെ എതിർക്കാൻ പോലും പ്രോസിക്യൂഷൻ നിന്നില്ല. എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ, ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ് സർക്കാരും പോലീസും ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് എന്നാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്കുള്ള തുറന്ന കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് ഇവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന ചോദ്യം, അതിന് മറുപടി പറയണ്ടേ അഡ്വക്കേറ്റ് BN അസ്കർ? അങ്ങനെ കേസ് ബൈ കേസ് എടുത്തു കഴിഞ്ഞ് അതിലെ കുറ്റവാളികളായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയല്ലേ മേലിൽ ഇത്തരം കുറ്റങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരു സർക്കാർ ജാഗ്രതയോടുകൂടിയും ഉത്തരവാദിത്വത്തോടുകൂടിയും ചെയ്യേണ്ടത്? അതുണ്ടായോ സിദ്ധാർത്ഥന്റെ കേസിൽ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഗോപീഷ്ണൻ അങ്ങ് തന്നെ പറഞ്ഞു, സുപ്രീം കോടതി തന്നെയാണ് റാഗിംഗ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്. അതേ സുപ്രീം കോടതി തന്നെ പറയുന്നു ബെയിൽ ഇസ് ദ റൈറ്റ് ആൻഡ് ജയിൽ ഇസ് എക്സെപ്ഷൻ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ജാമ്യം എന്ന് പറയുന്നത് ഏതൊരു പ്രതിയുടെയും കുറ്റാരോപത്തിൻ്റെയും അവകാശമാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കുക, അത് സർക്കാരിൻ്റെ എതിർപ്പുകളെ പോലും അവഗണിച്ചുകൊണ്ട് കോടതികൾ ജാമ്യം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജാമ്യം കൊടുത്തു. ഇപ്പോൾ ജയപ്രകാശിൻ്റെ അപേക്ഷയുടെ മേലിലാണ് CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. സർക്കാർ കേരള പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായി അത്തരത്തിലേക്ക് പോകില്ല എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണത്തിന് വന്നത്. സർക്കാർ ഒരു എതിർപ്പും അക്കാര്യത്തിൽ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇവിടെ സർക്കാരിനെ പൂക്കോട്ട് ക്യാമ്പസിലെ വിഷയവുമായി ബന്ധപ്പെട്ട്, സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തു തെറ്റാണ് നമുക്ക് പറയാൻ കഴിയുക? രമേശ് ചെന്നിത്തലയ്ക്ക് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാം. അതിൽ ചിലപ്പോൾ SFI പ്രവർത്തകരുണ്ടായിട്ടുണ്ടാവാം, ഒരു സംശയമില്ല. അതിൽപ്പെട്ടിട്ടുള്ള SFI പ്രവർത്തകരെ പാർട്ടിയോ SFIയോ ഒരു തരത്തിലും സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ സംരക്ഷിക്കുകയായിരുന്നു എങ്കിൽ നിശ്ചയമായും അവരെ പ്രതിപട്ടികയിൽ അടക്കം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കാം. ഇത്തരത്തിൽ അരാജകത്വം ക്യാമ്പസുകൾക്കുള്ളിലോ ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന ഒരു പ്രശ്നവും SFIയെ സംബന്ധിച്ചില്ലെന്നേ. അത് SFIയുടെ ചരിത്രം അറിയാത്തതുകൊണ്ട് പറയുകയും